ഒരിടവേളയ്ക്ക് ശേഷം അടുത്ത കാലത്തായി സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായതും ശക്തമായതുമായ ഒരു വാർത്താ പ്രസ്താവനയായിരുന്നു സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കോഴിക്കോട്ട് നടത്തിയത്. സമുദായത്തിൻ്റെ കൂടി വോട്ട് നേടിയാണ് സർക്കാർ അധികാരത്തിലെത്തിയതെന്ന ഓർമ്മ സർക്കാരിനുണ്ടായിരിക്കണമെന്നും മന്ത്രിയുടെ മറുപടി മാന്യമായിരിക്കണമെന്നും ആര് സമരം ചെയ്തിട്ടും കാര്യമില്ല, ഒന്നും അംഗീകരിക്കില്ല എന്ന മന്ത്രിയുടെ പ്രസ്താവനയെയും സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതിശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത്. ചർച്ച നടത്തില്ല എന്നൊക്കെ പലർക്കും പറയാം. വേറെ സമയം കണ്ടെത്തണം എന്ന മന്ത്രിയുടെ പ്രസ്താവനയോട് ഉറങ്ങുന്ന സമയത്ത് മദ്രസ നടത്താൻ സാധിക്കില്ല എന്നും ഇത് ശരിയല്ല എന്നും ശക്തമായ ഭാഷയിൽ ഉന്നയിക്കുകയായിരുന്നു സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ചർച്ചയ്ക്ക് സർക്കാർ വിളിക്കണം. ഇതൊരു വലിയ സമൂഹത്തിൻ്റെ കാര്യമാണ്. സമുദായങ്ങളുടെ കൂടി കാര്യങ്ങൾ നോക്കാൻ തന്നെയാണ് ഇവിടെ മന്ത്രിസഭയും ഭരണവുമൊക്കെ ഉള്ളത്. സമുദായങ്ങൾ തന്നെയാണ് സർക്കാരിന് വോട്ടും ചെയ്യുന്നത്. വലിയൊരു സമൂഹമാണിത്. ചർച്ചയ്ക്ക് വിളിക്കണം. സമസ്ത പരാതി നൽകിയത് മുഖ്യമന്ത്രിക്കാണെന്നും അദ്ദേഹം ശക്തമായ ഭാഷയിൽ പറഞ്ഞു. അതിന് മറുപടി മുഖ്യമന്ത്രി പറയട്ടെ എന്നുമായിരുന്നു ജിഫ്രി തങ്ങളുടെ പ്രസ്താവനയുണ്ടായത്. അടുത്ത കാലത്ത് ജിഫ്രി തങ്ങൾ നടത്തിയ ശക്തമായ പ്രതികരണമായിരുന്നു സ്കൂൾ സമയമാറ്റം വിഷയത്തിൽ അദ്ദേഹം നടത്തിയത്. വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രസ്താവനകളുടെ ശൈലിയെയും തങ്ങൾ വിമർശിച്ചു. സ്കൂൾ സമയമാറ്റ വിവാദത്തിൽ ഒരു ചർച്ചയ്ക്കും ഇല്ല എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരുന്നത്. കുറച്ചുകൂടി കടന്ന് മതസംഘടനകൾ പൊതുവിദ്യാഭ്യാസ കാര്യത്തിൽ ഇടപെടേണ്ടെന്നും സ്കൂൾ സമയത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്നും പ്രത്യേകം സമൂഹത്തിൻ്റെ പേര് പറഞ്ഞ് സർക്കാരിനെ വിരട്ടുന്നത് ശരിയല്ല എന്നും സമയം മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നവർ അവരുടെ ആവശ്യങ്ങൾക്ക് സമയം ക്രമീകരിക്കണം എന്നുമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചിരുന്നത്. എന്നാൽ വലിയൊരു സമൂഹത്തിൻ്റെ മതപഠന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന നിർണായകമായ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് കേരളത്തിലെ ഇതര സംഘടനകളുടെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുമായെല്ലാം കൂടിയാലോചിക്കുക എന്നത് ജനാധിപത്യ മര്യാദയുടെ ഭാഗമാണെന്ന് മറന്ന വിദ്യാഭ്യാസ മന്ത്രി ആ നിലക്കുള്ള പ്രതികരണങ്ങൾ തുടർന്നു പോന്നു. എന്നാൽ വിഷയത്തിൽ സമസ്ത ശക്തമായി ഇടപെടുകയും മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുകയും ചെയ്യുന്നു. സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ കോഴിക്കോട്ടെ ടൗൺ ഹാളിൽ ജൂലൈ 9 സമരപ്രഖ്യാപന കൺവെൻഷൻ വിളിച്ചു ചേർത്ത് ഭാവി സമരപരിപാടികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. സമസ്ത പോലുള്ള സംഘടനകളെ കേൾക്കാതെ സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ച ഇല്ലെന്ന മന്ത്രിയുടെ നിലപാട് ധിക്കാരമെന്നായിരുന്നു സമസ്ത മാനേജർ കെ മോയിൻകുട്ടി മാസ്റ്റർ ആ സമരപ്രഖ്യാപന കൺവെൻഷനിൽ ശക്തമായി പ്രഖ്യാപിച്ചത്. സമസ്തയുടെ പ്രക്ഷോഭ പദ്ധതികൾക്ക് സമൂഹ പിന്തുണ ലഭിക്കുകയും സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ശക്തമായ പ്രസ്താവനയുമായി രംഗത്ത് വരികയും ചെയ്ത ഉടനെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പറഞ്ഞ വാക്കെല്ലാം തിരുത്തി. ചർച്ചയ്ക്കില്ലെന്ന പ്രസ്താവന തിരുത്തി വിഷയത്തിൽ ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധമാണ് എന്നറിയിച്ചുകൊണ്ട് മന്ത്രി തന്നെ രംഗത്ത് വന്നതാണ് ഈ വിഷയത്തിൽ കേരളം കണ്ട ശ്രദ്ധേയമായ വാർത്ത. സമയമാറ്റത്തിൽ സമസ്തയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ മന്ത്രി ചർച്ചയ്ക്ക് വേണ്ട സമയം സമസ്ത അറിയിച്ചാൽ മതിയെന്നും വ്യക്തമാക്കി രംഗത്ത് വരികയും കോടതിയുടെ നിലപാടാണ് താൻ പറഞ്ഞതെന്നും ധിക്കാരപരമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നും വ്യക്തമാക്കുകയും ചെയ്തു. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചതോടെ മന്ത്രിയുടെ മാന്യമായ സമീപനത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ച് ജിഫ്രി തങ്ങളും രംഗത്ത് വന്നു. ചർച്ച വിജയിക്കുന്ന പക്ഷം പ്രഖ്യാപിച്ച സമരങ്ങളിൽ നിന്നും സമസ്ത പുറകോട്ടു പോകുമെന്നും തങ്ങൾ പറഞ്ഞു. ഏത് സമയത്തും ചർച്ചയ്ക്ക് സമസ്ത തയ്യാറാണ്. അതറിയിക്കേണ്ടത് സർക്കാരാണെന്നും ജിഫ്രി തങ്ങൾ വ്യക്തമാക്കി.